ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ കുറേ സബ്സിഡി സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ വന്നിട്ട് ഫെയിം 1 ഫെയിം 2 സബ്സിഡീസ് ഉണ്ടായിരുന്നു. ഫെയിം 3 ഉടനെ വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് EMPS സബ്സിഡി എന്ന് പറയും. അതായത് നമുക്ക് ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം. ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സബ്സിഡി സ്കീമായിട്ട് 10,000 രൂപയാണ് ഇലക്ട്രിക് വണ്ടികൾക്ക് കിട്ടുന്നത്. അതായത് EMPS സ്കീമിൽ നമുക്ക് 10,000 റുപ്പീസാണ് സബ്സിഡി ആയിട്ട് സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ജൂലൈ 31 അത് തീരുകയാണ്. അപ്പോൾ തീരെ നല്ല അർത്ഥം വേറെ ഒന്നുമല്ല, നമുക്ക് വണ്ടികളുടെ എല്ലാം റേറ്റ് കൂടുന്നുള്ള വ്യക്തമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത്ര നമുക്ക് 10,000 രൂപ വണ്ടിക്ക് കുറച്ചാണ് വണ്ടി വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ സബ്സിഡി സ്കീം ഇല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി എല്ലാ വണ്ടിയും റേറ്റ് കൂടും. അപ്പോൾ അതിനെക്കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ. അപ്പം വീഡിയോയിൽ പോകുന്ന മുന്നേ ആയിട്ട് ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സാണ് തീർച്ചയായും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികളെ കുറിച്ചൊന്നും കാര്യമായ ഒരു ഓഫേഴ്സോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനോ അതിനൊന്നും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് EMPS സബ്സിഡി സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതിലാകപ്പാടെ നമ്മൾ പറയാൻ പറ്റിയത് നമുക്ക് വേറെ ഒന്നുമല്ല, നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽസ്, അതായത് ബാറ്ററി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാച്ചുറലി വണ്ടിയുടെ ബാറ്ററിയുടെ റേറ്റ് കുറയും. അപ്പോൾ വണ്ടിക്ക് നാച്ചുറൽ റേറ്റ് കുറയും. അപ്പോൾ എന്നത്തേക്കാവുന്നൊക്കെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞെന്ന് മാത്രമേ നമ്മൾ ഈ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ ഒന്നും കുറയാൻ ചാൻസ് ഇല്ല. കാരണം വേറെ ഒന്നുമില്ല, മിക്ക കമ്പനീസ് ഓൾറെഡി എല്ലാ ഐറ്റംസും പർച്ചേസ് വെച്ചിട്ടുണ്ടാവണം. പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് ഓൾറെഡി എല്ലാം ഇമ്പോർട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നത്തേക്ക് അത് ചേഞ്ച് ആവുന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടില്ല. എന്നാലും കുറച്ച് സമയം എടുക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട സത്യമാണ്. അപ്പോൾ ഈ മാസം, അതായത് ജൂലൈ 31 എക്സ്പയർ ആകേണ്ട EMPS സബ്സിഡി സ്കീം ആക്ച്വലി എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. അതായത് സെപ്റ്റംബർ 30, 2024 എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും കുറച്ച് നാളിൽ നമുക്ക് വണ്ടിക്ക് റേറ്റ് കൂടത്തില്ല ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും. അതായത് നിങ്ങൾക്ക് 10,000 രൂപ എന്തായാലും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ സെപ്റ്റംബർ 30 ശേഷമായിരിക്കും എന്തെങ്കിലും ചേഞ്ചസ് വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെയിം 3 അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സബ്സിഡി സ്കീംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെയും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനൊപ്പം തന്നെ വേറെ കാര്യമുള്ളത്, നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്കീമിൽ, അത് EMPS സബ്സിഡി സ്കീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് 500 കോടിയാണ് അലോക്കേഷൻ ഉണ്ടായിരുന്നത്. അത് ആക്ച്വലി ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതായത് 778 കോടിയുടെ ഇൻക്രീസ് ആയി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ 278 കോടിയുടെ ഒരു അലോക്കേഷനാണ് അഡീഷണൽ വന്നിരിക്കുന്നത് നമുക്ക് 2 മാസത്തേക്ക്. സെപ്റ്റംബർ 30 വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് 278 കോടി രൂപയുടെ എക്സ്ട്രാ അലോക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാൻ ഏറ്റവും സമയം ഇത് തന്നെയാണ്, ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ഷോറൂമിൽ വണ്ടി വാങ്ങിക്കാം. ഏത് ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, ഏതിനാണ് നിങ്ങൾക്ക് EMPS സബ്സിഡി സ്കീമിൽ 10,000 രൂപ ഡിസ്കൗണ്ടാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു അപ്ഡേറ്റ് നമ്മൾ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം അപ്ഡേറ്റ്സ് ഈ സെഗ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.